ഗ്രീക്ക് പുരാണത്തിൽ ജീവിച്ചിരിക്കുന്നവരുടെ ലോകത്തിനും അധോലോകത്തിനും ഇടയിലുള്ള അതിർത്തിയാണിത്. മരിച്ചവർ അവരുടെ അന്ത്യവിശ്രമ സ്ഥലത്ത് എത്താൻ അവിടെ കടക്കണം. സ്റ്റെയ്ക്സിന് കുറുകെ ആത്മാക്കളെ തുഴഞ്ഞുകൊണ്ടുപോകുന്ന വിചിത്രനും നിശബ്ദനുമായ ഒരു വ്യക്തിയാണ് അയാൾ. പക്ഷേ അവരുടെ കൈവശം ഒരു നാണയം ഉണ്ടെങ്കിൽ മാത്രം. മരിച്ചുപോയ ഒരു ആത്മാവിന് പണം ലഭിച്ചില്ലെങ്കിൽ അവർ നദീതീരത്ത് കുടുങ്ങിപ്പോയി നിത്യതയ്ക്കായി അലഞ്ഞു നടക്കും. ഓഷ്യാനസിന്റെ മകളായ സ്റ്റെയ്ക്സ് ടൈറ്റൻസിനെതിരായ മഹായുദ്ധത്തിൽ സിയൂസിന്റെ പക്ഷം ചേർന്ന ഒരു ശക്തയായ ദേവതയായിരുന്നു. നദി പവിത്രമാണ്. അതിന്മേൽ സത്യം ചെയ്യുന്ന ഏതൊരു ദൈവവും അത് ഒരിക്കലും ലംഘിക്കരുത്, അല്ലെങ്കിൽ കഠിനമായ ശിക്ഷ അനുഭവിക്കരുത്. സത്യം ചെയ്ത് കള്ളം പറയുന്ന ഒരു ദൈവത്തിന് ഒരു വർഷം മുഴുവൻ ശബ്ദവും ശക്തിയും നഷ്ടപ്പെടും. അമർത്യർക്ക് പോലും ഇത് വിഷമാണെന്ന് പറയപ്പെടുന്നു. ഇതിന് ഒരു ദേവന്റെ ശക്തി കവർന്നെടുക്കാൻ കഴിയും, കൂടാതെ മനുഷ്യർക്ക് മാരകവുമാണ്. അവന്റെ അമ്മ തീറ്റിസ് അവനെ ഒരു കുഞ്ഞായിരിക്കെ നദിയിൽ മുക്കി അവനെ ഏതാണ്ട് അജയ്യനാക്കി. അവൾ അവനെ പിടിച്ചിരുന്ന കുതികാൽ ഒഴികെ. ആ ഒരു ചെറിയ സംരക്ഷണമില്ലാത്ത സ്ഥലം ട്രോജൻ യുദ്ധത്തിൽ അദ്ദേഹത്തിന്റെ പതനത്തിലേക്ക് നയിച്ചു. അവൻ തന്റെ വീണ വളരെ മനോഹരമായി വായിച്ചു. ഹേഡീസ് തന്റെ ഭാര്യ യൂറിഡൈസിനെ തിരികെ കൊണ്ടുപോകാൻ അനുവദിച്ചു, പക്ഷേ അവളെ തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ മാത്രം. അവർ ജീവനുള്ള ലോകത്ത് എത്തുന്നതിനു തൊട്ടുമുമ്പ് അവൾ ശരിക്കും തന്റെ പിന്നിലാണെന്ന് ഓർഫിയസിന് സംശയം തോന്നി. വളരെ വേഗം തിരിഞ്ഞു. അവളെ എന്നേക്കുമായി നഷ്ടപ്പെട്ടു. അവസാന പ്രസവവേദനയിൽ 3 തലയുള്ള കാവൽ നായ സെർബെറസിനെ പിടിക്കാൻ അവൻ അധോലോകത്തിലേക്ക് പോയി. ഒരിക്കൽ നിങ്ങൾ അത് മുറിച്ചുകടന്നാൽ നിങ്ങൾ തിരിച്ചുവരില്ല, നിങ്ങൾ ഒരു വീരനോ ദൈവമോ അല്ലെങ്കിൽ ദിവ്യബന്ധങ്ങളുള്ള ഒരാളോ ആണെങ്കിൽ അല്ലാതെ. ചാരോണിന് യാത്രാക്കൂലി ഉറപ്പാക്കാൻ അവർ മരിച്ചവരെ നാണയങ്ങൾ ഉപയോഗിച്ച് കുഴിച്ചിട്ടു. ആരും പിന്തള്ളപ്പെടാൻ ആഗ്രഹിച്ചില്ല. സിയൂസും ഒളിമ്പ്യന്മാരും ടൈറ്റൻസുമായി യുദ്ധം ചെയ്തപ്പോൾ ദേവതയായ സ്റ്റെയ്ക്സും അവളുടെ കുട്ടികളും അവനെ വിജയിക്കാൻ സഹായിച്ചു. അന്നുമുതൽ എല്ലാ ദൈവങ്ങൾക്കും അവരുടെ ഏറ്റവും ഗൗരവമേറിയ ശബ്ദങ്ങൾ സ്റ്റെയ്ക്സിൽ വെച്ച് ചെയ്യേണ്ടി വന്നു. ചില ഐതിഹ്യങ്ങൾ പറയുന്നത് ആത്മാക്കൾ അതിന്റെ ഇരുണ്ട വെള്ളത്തിൽ അനന്തമായി പൊങ്ങിക്കിടക്കുന്നു, സമാധാനത്തിനായി മന്ത്രിക്കുകയും നിലവിളിക്കുകയും ചെയ്യുന്നു എന്നാണ്. ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള കടന്നുപോകലിനെ പ്രതീകപ്പെടുത്തുന്ന തരത്തിൽ പുസ്തകങ്ങളിലും സിനിമകളിലും ഗെയിമുകളിലും ഇത് പ്രത്യക്ഷപ്പെടുന്നു. സ്റ്റെയ്ക്സ് അജ്ഞാതമായ മരണാനന്തര ജീവിതത്തെ പ്രതിനിധീകരിക്കുന്നു. തിരഞ്ഞെടുപ്പുകൾ, വിധി, അമാനുഷികത എന്നിവ കൂട്ടിമുട്ടുന്ന ഒരു സ്ഥലം. സ്റ്റെയ്ക്സ് നദി ഇപ്പോഴും ആളുകളെ ആകർഷിക്കുന്നു, ജീവിതത്തിന് പുറമുള്ള മഹത്തായ കെട്ടുകഥകളെയും നിഗൂഢതകളെയും ഓർമ്മിപ്പിക്കുന്നു.